ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ പിന്നെ നമ്മുടെ ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അന്ന് നമ്മൾ നോക്കി വെച്ചതേ ഉള്ളൂ. അന്നേരം നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് വന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അന്ന് നമ്മൾ വാങ്ങിച്ചില്ല. ഇനി ഒരാഴ്ച ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാതെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ലൈറ്റും ഡെക്കറേഷനും ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അതെല്ലാം ഋതുട്ടനെ കാണിച്ചു കൊടുക്കുകയാണ്. ആൾ ലൈറ്റും വെട്ടമൊക്കെ കാണുമ്പോൾ ആൾക്കത് കാണാൻ ഭയങ്കര ആകാംക്ഷയാണ്. അങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു എൻ്റെ പാവം പൊന്നുമോള്. അങ്ങനെ ഇതാ നമ്മൾ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 റൗണ്ട് കറങ്ങി കേട്ടോ. അതായത് വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടി കൊണ്ടുപോയി നമ്മുടെ ആ ക്ലോക്ക് ടവറിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പിന്നെ നടന്നാട്ടോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അന്ന് കണ്ടുവച്ചിരുന്ന ആ ഒരു ഐറ്റം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. എന്തായാലും കറക്റ്റ് സമയത്തിന് ഇന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക്. അത് അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാലുമൊക്കെ കിടക്കുക. അവൾക്കത് വലിച്ചു പറയണം എന്തെങ്കിലും. അങ്ങനെ ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഞങ്ങളൊന്ന് ഓട്ടിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ഇതിൻ്റെ സെയിം കളർ തന്നെ ആണ് കേട്ടോ. നമ്മൾ സെയിം കളറും സെയിം തന്നെ ആയിരുന്നു നമ്മളന്ന് കണ്ടുവച്ചിട്ട് പോയത്. അത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ വന്നപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സാധനം തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ ഇതാ അവർ നമുക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുവച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ ഒന്ന് ത്രെഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇതാ ഒരു നമ്മുടെ ജാജീസ് ഉണ്ടല്ലോ പള്ളിമുക്കിൽ അങ്ങോട്ട് പോയി കേട്ടോ. അവിടെ ആളില്ലണോ ചെയ്യാനോ അങ്ങോട്ട് പോയ സ്പീഡിൽ തന്നെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളിനി തിരിച്ച് വീട്ടിൽ വന്നു. ഇനി വീട്ടിൽ വന്നിട്ട് നമുക്കിനി നാട്ടിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് ചേച്ചി ഉണ്ട്. അപ്പം ചേച്ചിയും കൊണ്ട് ചെയ്യിക്കാമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഋതുട്ടിനെ എന്താ ഒരു പായിട്ട് അവിടെ കിടത്തിയിട്ട് വണ്ടി എടുത്ത് ഇങ്ങനെയൊക്കെ താഴെ വെച്ചു കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ബാക്കിൽ നമുക്ക് ആ ഡിക്കിയുടെ ഭാഗത്ത് ഇരിക്കത്തില്ല. അത് സീറ്റ് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മാത്രമേ വണ്ടി ഇരിക്കത്തുള്ളൂ. ഇത്രയും ചെറുതായിട്ട് പോലും ഞങ്ങൾ ഇത്തിരി വലിയൊരു വണ്ടിയായിരുന്നു നോക്കിയിരുന്നത്. നോക്കിയപ്പോഴത്തേക്ക് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കും, കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് നോക്കിയത്. മറ്റേ വലുതങ്ങനെ മേടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു പോയൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ വണ്ടിയൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ഋതുവിട്ടിന് പുതിയ ടോയ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നായല്ലേ വന്ന സാധനമല്ലേ, അതുകൊണ്ട് അല്ല എനിക്ക് മേടിച്ച ഞാൻ പറയണ കേട്ടാ. അടിപൊളിയല്ലേ? ലൈറ്റ് ആകുമ്പോ അടിപൊളി കേട്ടോ. അന്ന് പക്ഷെ ആ ലൈറ്റ് ഇല്ലായിരുന്നല്ലോ. നിക്കാറായിട്ടില്ല കേട്ടോ. പിന്നെ അല്ല ജിംബ്രൂട്ടൻ കാറൊക്കെ ഓടിക്കുന്നു. എനിക്ക് വയ്യ. ഋതുട്ടൻ കാറിനകത്ത് സന്തോഷം കണ്ടോ? ഋതുട്ടിന് ആദ്യം വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അതിനകത്ത് ഇരിക്കാനൊക്കെ അവളെ ഇരുത്തിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതിനകത്താണെങ്കിൽ അടിയിലത്തെ ആ ലൈറ്റ് ഞങ്ങൾ ആദ്യം പോയി കണ്ടതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം പുതിയ സ്റ്റോക്ക് വന്നതിനകത്താണ് ഈ അടിയിൽ ലൈറ്റ്. അത് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓ പേടിക്കുന്നു. അതൊക്കെ
ഋതുട്ടൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നെങ്കിലും പക്ഷെ പിന്നീട് ആ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾ പേടിയാട്ടോ. അതിനകത്ത് സൗണ്ടുകളൊക്കെ കേട്ടപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. മോളെ ഞാൻ റൂമിനകത്ത് കൊണ്ടുപോയിട്ടാട്ടോ ഇത് മാറ്റി വെച്ചത്. കാരണം സൗണ്ട് കേൾക്കുന്നവർ അവൾ പേടിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഋതുട്ടിനെ സമാധാനിപ്പിച്ചത് അവരെടുത്ത് കിടത്തി. എന്നിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് ആദ്യം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, സീ യു.